ടു ഓൾ. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കൺസ്യൂമർ റിഡ്രഷൽ പ്രൊസീജിയർ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡിസിപ്ലിനാണ്. എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ? ഡിസിപ്ലിൻ ഈസ് എ റെഗുലേഷൻ ആൻഡ് മോഡുലേഷൻ ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ടു പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ഇഫക്റ്റീവ്ലി. അതായത് കുറച്ച് റെഗുലേഷൻസ് അല്ലെങ്കിൽ അത് മോഡുലേഷൻസ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിൻ്റെ കുറച്ച് റെഗുലേഷൻസ് മോഡിഫിക്കേഷൻസിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ടു എൻകറേജ് എംപ്ലോയി ടു കൺഫോം ടു എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ്, എയ്ഡ് ടു ഗുഡ് ഡിസിപ്ലിൻ ഹെൽപ്പ് ടു ഗുഡ് മാനേജ്മെൻറ്റ് ഇൻ റിസോൾവിങ് ഇഷ്യൂസൊക്കെ എന്തെങ്കിലും ഉണ്ടാവണമെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്യാനും ഈ ഡിസിപ്ലിൻ ഹെൽപ്പ് ചെയ്യുന്നു. ഡിസിപ്ലിനറി ആൻഡ് ഗ്രീവിയൻസ് പ്രൊസീജിയർ ഷുഡ് ബി കൺസിഡർ ആസ് ദ ലാസ്റ്റ് റിസോർട്ട്. ഈ ഡിസിപ്ലിനറി ആക്ഷനും ആൻഡ് ഗ്രീവിയൻസ് പ്രൊസീജിയർ ഷുഡ് ബി കൺസിഡർ ആസ് ദ ലാസ്റ്റ് റിസോർട്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നതാണ് ഈ ഡിസിപ്ലിനറി ആക്ഷൻസൊക്കെ. നെക്സ്റ്റ്, അപ്രോച്ച് ടു ഡിസിപ്ലിൻ. നമുക്ക് രണ്ട് തരത്തിലുള്ള അപ്രോച്ച് വരുന്നുണ്ട്: ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് പോസിറ്റീവ് അപ്രോച്ച്. ഇതിൽ പറയുന്നത് actions imposed by an organization on its employees for failure to follow rules, standards or policies. അതിനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. എന്താണ് ഡിസിപ്ലിൻ? ആക്ഷൻസ് ഇമ്പോസ്ഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ ഇമ്പോസ്ഡ് ചെയ്യുന്ന ആക്ഷൻസ് ഓൺ ഇറ്റ്സ് എംപ്ലോയീസിൻ്റെ മേൽ ഫോർ ഫെയിലിയർ ടു ഫോളോ റൂൾസ്, സ്റ്റാൻഡേർഡ്സ് ഓർ പോളിസീസ്. റൂൾസ്, സ്റ്റാൻഡേർഡ്സ്, പോളിസീസൊക്കെ അതനുസരിച്ച് ഫോളോ ചെയ്യാത്തവരുടെ അടുത്ത് നടത്തുന്ന ആക്ഷനെയാണ് നമ്മൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ കുറച്ച് മെത്തേഡ്സ് പഠിക്കുന്നത്, അതായത് ട്രഡീഷണൽ അപ്രോച്ച് ആൻഡ് പോസിറ്റീവ് അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിൽ മെയിൻലി ആയിട്ട് കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് ആണ് നോക്കുന്നത്. ബിഗിൻ ദ പ്രോബ്ലം സോൾവിങ് പ്രോസസ് ബൈ കണ്ടക്ടിങ് കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് നടത്തിയിട്ടോ അയാൾ ശരിയായില്ലെങ്കിൽ ആദ്യം അയാൾക്ക് എന്ത് കൊടുക്കണം? ഓറൽ വാണിംഗ്. നമ്മൾ ഓറലി ആയിട്ട് വാണിംഗ് കൊടുക്കുക, ചെയ്യുക, അങ്ങനെ ചെയ്യരുതെന്ന്. അല്ലെങ്കിൽ നമ്മൾ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുക. ഇത് രണ്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എംപ്ലോയീസിനെ സസ്പെൻഡ് ചെയ്യും. ഒട്ടും പറ്റിയില്ലെങ്കിൽ നമ്മൾ അയാളെ ലാസ്റ്റ് സ്റ്റേജിൽ ടെർമിനേറ്റ് ചെയ്യും. അപ്പോൾ എന്താണ് നമ്മുടെ ഇത് ട്രഡീഷണൽ അപ്രോച്ച് അനുസരിച്ച്? ഫസ്റ്റ് നമ്മൾ കോച്ചിങ് ആൻഡ് കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് നടന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 4 സ്റ്റെപ്പ് പറയുന്നുണ്ട്. ഒന്ന്, ഓറൽ വാണിംഗ് കൊടുക്കുക അവർക്ക്. നെക്സ്റ്റ്, റിട്ടേൺ വാണിംഗ്. തേർഡ്, സസ്പെൻഡ്. ആ എംപ്ലോയീസിനെ നമ്മൾ കുറച്ചാളത്തേക്ക് സസ്പെൻഡ് ചെയ്യും. 4th സ്റ്റേജിൽ നമ്മൾ ടെർമിനേറ്റ് ചെയ്യും. ഇതാണ് 4 സ്റ്റേജസ്. ഇനി പോസിറ്റീവ് അപ്രോച്ചാണ് പറയുന്നത്. അടുത്ത മറ്റേതിൽ പോസിറ്റീവ് അപ്രോച്ചിൽ പറയുന്നത് ആ എംപ്ലോയീസിന് തന്നെ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക, ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. നോക്കാം. പോസിറ്റീവ് അപ്രോച്ച് ഫോക്കസ് ഓൺ റിക്വയറിങ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ടു എനേബിൾ എംപ്ലോയി ടു കൺഫോണ്ട് ദെയർ പെർഫോമൻസ് ആൻഡ് അറ്റൻഡൻസ് പ്രോബ്ലംസ് ആൻഡ് മേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ ദെയർ ഓൺ ആക്ഷൻസ്. അവരുടെ ആക്ഷൻസിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി അവർക്ക് തുറന്നു കൊടുക്കുക. എംഫസിസ് കറക്റ്റിംഗ് ദ പ്രോബ്ലം റാദർ ദാൻ പണിഷിംഗ് ദ ഓഫൻഡർ. അതായത് പണിഷ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അയാൾ തന്നെ കറക്റ്റ് ചെയ്യുക. അതാണ് ഈ പോസിറ്റീവ് അപ്രോച്ചിൽ വരുന്നത്. പണിഷ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പം നമ്മൾ ഫസ്റ്റ് അപ്രോച്ചിൽ ഓറൽ വാണിംഗ് കൊടുക്കും, പിന്നെ റിട്ടേൺ വാണിംഗ് കൊടുക്കും, പിന്നെ സസ്പെൻഡ് ചെയ്യും, ലാസ്റ്റ് ടെർമിനേറ്റ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ പോസിറ്റീവ് അപ്രോച്ച് അനുസരിച്ച് അങ്ങനത്തെ ഒന്നുമില്ല, അയാളുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാണ്ട് ഒരു രീതിയിലുള്ള പണിഷ്മെൻറ്റോ കാര്യങ്ങളോ പോസിറ്റീവ് അപ്രോച്ചിൽ വന്നില്ല. ഇനി ഇതൊക്കെ കൂടാണ്ട് വേറെ കുറച്ച് അപ്രോച്ചസുകൾ പറയുന്നുണ്ട്. ജുഡിഷ്യൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. ഇത്തരം മെത്തേഡുകൾ വേറെ വരുന്നുണ്ട്. ഫസ്റ്റ്, ജുഡിഷ്യൽ അപ്രോച്ച് അനുസരിച്ച് നമ്മുടെ എവിഡൻസിന് പ്രത്യേക വെയിറ്റ് കൊടുക്കുന്നു. ഇപ്പോൾ നമ്മുടെ തെളിവുകൾ, എവിഡൻസ്, നമ്മുടെ ലോ പോലെ തന്നെ തെളിവുകൾക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ദിസ് നേച്ചർ ഓഫ് ഒഫൻസ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ ഈസ് ഡിറ്റർമൈൻഡ് ആൻഡ് ഓൾ സ്റ്റെപ്പ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ഡിസിപ്ലിനറി ആക്ഷൻ ഈസ് ടേക്കൺ. ഓരോ കാരണങ്ങളും കണ്ടുപിടിച്ച് അതിനെ എന്താണ് ഡിസിപ്ലിനറി ആക്ഷൻ ടേക്ക് ചെയ്യാൻ പറ്റാവുന്നത് അത് എവിഡൻസിൻ്റെ ബേസിൽ, അതിൻ്റെ വെയിറ്റേജിൽ നോക്കുന്നതിനെയാണ് നമ്മൾ ജുഡിഷ്യൽ അപ്രോച്ച് എന്ന് പറയുന്നത്. The offer is given opportunity to express his concern. ഈ മെത്തേഡ് അനുസരിച്ച് ഓരോ വ്യക്തികൾക്കും അവരുടെ കൺസേൺ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്.
നെക്സ്റ്റ് വരുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച്. ഈ മെത്തേഡിൽ പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ചിൽ പറയുന്നത് ഇപ്പോൾ ഒരു ഇൻഡിസിപ്ലിനറി ആക്ഷൻ നടത്തുമ്പോൾ അയാളുടെ ഹ്യൂമണിറ്റി അയാളുടെ മനുഷ്യത്വത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമ്മൾ ഗേറ്റിൽ ഒരു വാച്ച്മാൻ നിർത്തിയിരിക്കുകയാണ്. ഈ വാച്ച്മാൻ നൈറ്റ് ഡ്യൂട്ടിയുടെ ടൈമിൽ കിടന്നുറങ്ങിപ്പോയി. അത് ഡിസിപ്ലിനറി ആക്ഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളതാണ്. കാരണം അയാളുടെ വർക്കിംഗ് ടൈമിൽ അയാൾ ഉറങ്ങി. പക്ഷേ നമ്മൾ അയാളെ ചിലപ്പോൾ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ അയാളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതിരിക്കുകയായിരിക്കും, അയാളായിരിക്കും ഫുള്ള് അവരുടെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ അയാളുടെ മനുഷ്യത്വത്തിൽ കൂടി നോക്കിയിട്ട് നമ്മൾ ഇത് ചെയ്യുന്നതിനാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച് എന്ന് പറയുന്നത്. നോക്കാം. ആസ് പെർ ദിസ് അപ്രോച്ച് ദ ഒഫൻഡർ ഈസ് ട്രീറ്റഡ് ആസ് എ ഹ്യൂമൻ ബീയിങ്. ദ ഒഫൻസ് മെയ്ഡ് ബൈ ദി ഒഫൻഡർ ഈസ് എക്സാമിൻഡ് അറ്റ് ദി ഹ്യൂമേറിയൻ ഗ്രൗണ്ട്. കണ്ട, മനുഷ്യത്വത്തിൻ്റെ ബേസിലാണ് ഇതിൽ നോക്കുന്നത്. ദ റീസൺസ് ഫോർ വയലേറ്റിംഗ് റൂൾസ് ഈസ് എൻക്വയറി. എന്തുകൊണ്ടാണ് അത് വയലേറ്റ് ചെയ്തതെന്ന് എൻക്വയറി. ഇഫ് ദർ ഈസ് സഫിഷ്യൻറ്റ് റീസൺ ആണെങ്കിൽ ഇറ്റ് ഷുഡ് ബി കൺസിഡേർഡ് ആൻഡ് പ്രോപ്പർ അഡ്ജസ്റ്റ്മെൻറ്റ്. അത് കൺസിഡർ ചെയ്യും, പ്രോപ്പർ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെങ്കിൽ അത് ചെയ്യും. നെക്സ്റ്റ് ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്. ഈ മെത്തേഡ് നമുക്ക് നോക്കാം. അണ്ടർ ദിസ് അപ്രോച്ച് എവറി എംപ്ലോയി ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് കൺസിഡേർഡ് ആസ് എ ഹ്യൂമൻ റിസോഴ്സ്. എല്ലാവരെയും ഒരു ഹ്യൂമൻ റിസോഴ്സസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. The disciplinary action examine whether the employee violation is against the functioning of organization. ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻ്റെ എതിരായിട്ടാണോ ഡിസിപ്ലിനറി പ്രോബ്ലംസ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ആദ്യം നോക്കും. വെദർ ഹി ഷുഡ് ബി അലൗഡ് ടു കണ്ടിന്യൂ ഇൻ സർവീസ് ആൻഡ് ക്യാൻ ബി പെർഫോംഡ് ബൈ ഗീവിങ് ട്രെയിനിങ്. അയാൾ ഓർഗനൈസേഷനിൽ കണ്ടിന്യൂ ചെയ്യണോ, അല്ലെങ്കിൽ അയാൾക്ക് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് നമുക്ക് അയാളെ പ്രോപ്പർ വേക്ക് കൊണ്ടുവരാൻ പറ്റുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ചിൽ നോക്കുന്നത്. ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സിവിയർ ആക്ഷൻ എംപ്ലോയീസിനെതിരായിട്ട് എടുക്കുന്നില്ല. നോ സിവിയർ ആക്ഷൻ ഈസ് എഗെയിൻസ്റ്റ് ദ എംപ്ലോയീസ്. നോർമലായിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ എടുക്കുള്ളൂ, അല്ലാണ്ട് സിവിയർ ആയിട്ടുള്ള ഡിസിപ്ലിനറി മെഷേഴ്സ് ഈ മെത്തേഡ് അനുസരിച്ച് എടുക്കില്ല. നെക്സ്റ്റ് വരുന്നത് ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇൻഡിവിജ്വൽ അപ്രോച്ചുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോ വ്യക്തികളാണ് അതിൽ ഇൻവോൾവ് ചെയ്യുക. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും, ഇപ്പം നിങ്ങൾക്കൊരു അസൈൻമെൻറ്റ് തരുന്നു, ഗ്രൂപ്പ് അസൈൻമെൻറ്റ്. അപ്പോൾ ചിലപ്പോൾ അഞ്ച് പേരിൽ 2 പേര് നല്ല മടിയുള്ളവരായിരിക്കും. പക്ഷേ ബാക്കി 3 പേര് നന്നായി ചെയ്ത് അവർ പറയും നന്നായി ചെയ്യ്, എന്നാലും നമ്മുടെ ഗ്രൂപ്പിന് മാർക്ക് കിട്ടുള്ളെങ്കിൽ പോകുമെന്ന് പറയുമ്പോൾ ആ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടി നമ്മളത് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ചിൽ ഓരോ ഇൻഡിവിജ്വലിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് അവരുടെ ഗ്രൂപ്പിൽ എല്ലാവരും നല്ല റൂൾസൊക്കെ പാലിക്കുക എന്നുള്ളത്. അപ്പോൾ ഓരോ ഇൻഡിവിജ്വലും ചേരുന്നതല്ലേ ഗ്രൂപ്പ്, അതാണ് ഈ ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ചിൽ വരുന്നത്. ഇഫ് ദ ഓർഗനൈസേഷൻ ഹാസ് വെൽ ഡിഫൈൻഡ് നോംസ് ടു കണ്ടക്ട് ദെൻ ദ ഗ്രൂപ്പ് എംപ്ലോയീസ് ആർ ഇൻക്ലൂഡഡ് ബൈ മാനേജ്മെൻറ്റ് to solve in the process of discipline. If the management succeed by management to involve the process of discipline, it is called ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പായിട്ട് ഓരോ ഇൻഡിവിജ്വലും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കും, ഓൾ ഗ്രൂപ്പും അതിൽ റെസ്പോൺസിബിൾ ആയിരിക്കും. അപ്പം നമ്മളിന്ന് പഠിച്ചത് ട്രഡീഷണൽ മെത്തേഡ്സും പോസിറ്റീവ് അപ്രോച്ചും, പിന്നെ അതുകൂടാണ്ട് അപ്രോച്ചുകൾ പറഞ്ഞത് ജുറിഡിഷ്യൽ അപ്രോച്ച്, ഹ്യൂമൻ റിലേഷൻഷിപ്പ് അപ്രോച്ച്, ഹ്യൂമൻ റിസോഴ്സ് അപ്രോച്ച്, ഗ്രൂപ്പ് ഡിസിപ്ലിൻ അപ്രോച്ച്. ഇത്രയും അപ്രോച്ചസുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ എന്താണ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ actions imposed by an organization on its employees for failure to follow the rules and standards or policies are called discipline. Okay, thank you.